സത്യം പറഞ്ഞ ഇപ്പഴാ മനുഷ്യന്റെ നല്ല ജീവൻ തിരിച്ചു കിട്ടിയത്. എല്ലാം ഭഗവാന്റെ തീരുമാനായിരിക്കും. ദാ കഴിക്ക. എന്താ അമ്മ ഇത്? പറഞ്ഞില്ലേ, ഗണപതി കോവിലിൽ വഴിപാട് കഴിച്ചെന്റെ പ്രസാദ. എന്തായാലും കൊള്ളാമേ. നന്ദേട്ടൻ കൊലപാതകയാണെന്ന് അറിഞ്ഞ അന്നു മുതല് ഇന്ന് വരെ 13 വഴിപാടുകളാ അമ്മയുടെ വക അമ്പലത്തിൽ ചെലവായത്. അല്ലേ ഈ ഈശ്വരൻ അത്രയ്ക്ക് ദൈവദോഷം പറയാൻ നാവ് വളച്ചാലുണ്ടല്ലോ. അതല്ല ഞാൻ മിണ്ടരുതെന്നല്ലേ പറഞ്ഞത്. ശരി ശരി മിണ്ടുന്നില്ല. എനിക്ക് ആ പ്രസാദം ഒന്നുതാ. വേണ്ട, നീ കഴിക്കണ്ട. എന്താ അമ്മ ഇത്? പിന്നെ ഇങ്ങ് തന്നെ. ഇത്തിരി പായസം കൂടി ഉണ്ടാക്കായിരുന്നു അല്ലേ മംഗലശ്ശേരി? പായസം മാത്രല്ല, സദ്യ തന്നെ ഒരിക്കൽ ആഘോഷിക്കേണ്ടതായിരുന്നു. എത്ര ദിവസം തീ തിന്നത്? നിങ്ങൾ എവിടെയാ തീ തിന്നത്? തീ തിന്നതൊക്കെ ദാ ഈ ഇരിക്കുന്ന ചേച്ചിയാ. നന്ദേട്ടനെ സുരക്ഷിതമായി മാറ്റുക മാത്രമല്ല, ആരും അറിയാതെ സൂക്ഷിക്കുകയും വേണമായിരുന്നു. ചേച്ചിയുടെ നെഞ്ചിലെ തീ എനിക്കറിയായിരുന്നു. എന്നാലും ഒരു സൂചനയെങ്കിലും നീ തന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞില്ലേ അമ്മേ? ഈ കള്ളിയുടെ അഭിനയായിരുന്നു അഭിനയം. എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള മട്ടായിരുന്നില്ലേ? എന്തെങ്കിലും കേട്ടാ ഉടനെ ഈശ്വരാന്ന് വിളിച്ച് കരയാൻ റെഡി ആയിരിക്കുന്നവരുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. മോളെ, എന്താ അച്ഛാ? ഇനി എന്താ തീരുമാനം? എന്ത് തീരുമാനം? അല്ല, ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് നന്ദൻ വീട്ടിലേക്ക് വരുമല്ലോ. അപ്പൊ പിന്നെ മോൾ അങ്ങോട്ട് പോവല്ലേ? അതെന്താച്ചാ ചേച്ചി ഇവിടെ നിർത്തി അങ്ങ് മതിയായോ? ആ മതിയായിടി. അവളുടെ ഒരു ചോദ്യം. ഇവൾക്ക് ഇവിടെ എത്ര കാലം വേണമെങ്കിലും നിൽക്കാം. ചേച്ചി ഒറ്റയ്ക്കല്ല, ചേച്ചിയുടെ കൂടെ ചേട്ടനും വേണം. ഭർത്താവ് ഒത്ത് ഒരുമിച്ച് ജീവിക്കണം. അത് ഇവിടെ ആയാലും അവിടെ ആയാലും. അമ്മേ, അതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇപ്പൊ നന്ദുവിനെ രക്ഷിക്കുന്നത് മാത്രം എന്റെ മനസ്സില്. ഇപ്പൊ കുറച്ചു ദിവസം മാറ്റി നിർത്തിയോണ്ട് മാത്രം ഒന്നും അവസാനിച്ചിട്ടില്ല. ഓരോ പ്രശ്നങ്ങള് പിന്നാലെ വരും. യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം. നിയമത്തിന്റെ മുൻപില് നന്ദുവിന്റെ നിരപരാധിത്വം തെളിയിക്കണം. അതിന് കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ തന്നെ എടുക്കും. അതുവരെ നിങ്ങളുടെ ജീവിതം രണ്ടിടത്ത് തന്നെ വേണമെന്നാണോ മോളെ? ചേടാ, സമാധാനത്തോടെ ജീവിക്കുന്നവരെ കൂടി നിങ്ങൾ കുഴപ്പത്തിലാക്കുമല്ലോ. അച്ഛാ, ചേച്ചിയുടെ ജീവിതം ഇനിയും ഒരു പരീക്ഷണ വസ്തു ആക്കണോ?